അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയാൽ കൃപാസനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മധ്യസ്ഥത്താൽ ഞാൻ മക്കളെ ഈശോ നാമത്തെ ആശീർവദിക്കുന്നു. കർത്താവേ, ജോലിയില്ലാത്തവര്, വീടില്ലാത്തവര്, ജീവിതത്തിൽ കലഹങ്ങളും ഭിന്നത പിരിഞ്ഞു താമസിക്കുന്ന ജീവിത പങ്കാളികളെ, കുഞ്ഞുങ്ങളുടെ തെറ്റായ അവസ്ഥകൾ കണ്ട് വിഷമിക്കുന്ന മാതാപിതാക്കന്മാരെ, ശാരീരികമായ രോഗങ്ങളെ അവസരപ്പെടുന്നതും രോഗം ആകുന്നതിന് സമയമെടുക്കുന്നില്ലെന്ന് ഓർത്ത് ഉത്കണ്ഠപ്പെടുന്നവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് യാത്ര ചെയ്യുന്നവരെ, ഇന്നത്തെ യാത്രയ്ക്ക് വേണ്ടി വിധവിധമായ ഒരുക്കിയിരിക്കുന്ന ലക്ഷ്യങ്ങൾ, കണ്ടുമുട്ടുന്ന വ്യക്തികൾ, സംസാരിക്കുന്ന സംഭാഷണങ്ങൾ, എഴുതുന്ന രേഖകൾ, ഒപ്പിടുന്ന
ഡോക്യുമെൻറ്റുകൾ, പങ്കെടുക്കുന്ന ഇൻ്റർവ്യൂകൾ, സെൻഡ് ചെയ്യുന്ന മെസ്സേജുകൾ എല്ലാം കർത്താവിൻ്റെ കൃപയാൽ നിറയപ്പെടാനും, നീ ഇന്ന് തിരികെ എത്തുന്ന സമയത്ത് കർത്താവിൻ്റെ കൃപ നിന്നെ നിറഞ്ഞു നിന്നുകൊണ്ട് സന്തോഷം വന്ന് ഉറങ്ങുവാനും, ഇന്നത്തെ ദിവസം മുൻനിർത്തി നീ കണ്ടുമുട്ടുന്ന ഓരോ നിമിഷങ്ങളെയും, നിൻ്റെ ഓരോ സമയങ്ങളെയും, സന്ദർഭങ്ങളെയും, എല്ലാം സംരംഭങ്ങളെയും പരിശുദ്ധമ്മ ദൈവമാതാവിൻ്റെ മധ്യസ്ഥത്തിൽ രാത്രിയും തിരിച്ചെത്തുന്നവരെ കർത്താവിൻ്റെ നാമത്തിൽ മാതാവിൻ്റെ മധ്യസ്ഥതയും ഞാൻ നിൻ്റെ ജീവിതത്തെയും നിൻ്റെ കുടുംബത്തെയും ഈശോ നാമത്തെ ആശീർവദിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, പിന്നെ നമ്മളെപ്പോഴും കണ്ടിട്ടുള്ളൊരു സംഭവമുണ്ട്. ഞാൻ ഇപ്പോൾ അത് വേറൊരു ആംഗിളിൽ നിങ്ങളോട് പറയുകയാണ്. അതായത് ഈ ദൈവ തിരുസന്നിധിയിൽ സമ്പന്നത എന്നുള്ളത് ഈശോ ഐഡൻറ്റിഫൈ ചെയ്ത് തന്ന ഒരു ആധ്യാത്മിക പ്രമേയമാണ്. ദൈവ തിരുസന്നിധി സമ്പന്നത എന്ന് വെച്ചാൽ ഒരാൾക്ക് ദൈവ തിരുസന്നിധിയിൽ സമ്പന്നനാകാൻ പറ്റുമെന്ന്. ലൂക്ക 12:21. ലൂക്ക 12:21. ഇതുപോലെയാണ് ദൈവസന്നിധിയിൽ സമ്പന്നനാകാതെ തനിക്ക് വേണ്ടി സമ്പത്ത് ശേഖരിച്ചു വെക്കുന്നവനും. അപ്പൊ ഇവിടെ ഒരു ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. എന്താണ്? ഒരു കുറിമാനം ഇട്ടിട്ടുണ്ട് ഈശോ. എന്താ ഇട്ടിരിക്കണത്? ദൈവ തിരുസന്നിധിയിൽ ഒരു വ്യക്തിക്ക് സമ്പന്നനാകാൻ സാധ്യതയുണ്ട്, അല്ലേ? അപ്പോൾ അതൊരു ഈശോ ഐഡൻറ്റിഫൈ ചെയ്ത ഒരു ആധ്യാത്മിക പ്രമേയമാണത്, ദൈവത്തിൻ്റെ സമ്പന്നത. ഇനി രണ്ട് തരത്തിലുള്ള ആൾക്കാരെ സമ്പത്ത് ശേഖരിക്കുന്നവർ രണ്ട് തരമായിട്ട് ഈശോ തിരിക്കും. എന്താണ്? ദൈവത്തിരുസന്നിധി സമ്പന്നത നേടുന്നവരും പിന്നെ തനിക്ക് വേണ്ടി സമ്പത്ത് ശേഖരിക്കുന്നവരും. ഇനി നമ്മുടെ ഒരു വിഷയം ദൈവതിരുസന്നിധി ഒരാൾക്ക് എങ്ങനെ സമ്പന്നനാകാൻ പറ്റും എന്നാണ്. അപ്പം നിക്ഷേപമുണ്ട്, നമ്മൾ തിരിച്ചൊന്നും വാങ്ങിക്കണില്ല, തിരിച്ച് വാങ്ങിക്കും. നമ്മൾ ഓരോരുത്തർ ദൈവത്തിന് വേണ്ടി ജോലി ചെയ്യുന്നുണ്ട്, പക്ഷെ അതിൻ്റെ ആനുകൂല്യങ്ങളൊന്നും കൈപ്പറ്റണില്ല. അതൊക്കെ ഇൻഷുറൻസ് പോലെ അങ്ങനെ കിടക്കുകയാണ്. അത് എങ്ങനെയാണ് ദൈവദിവസത്തിന് സമ്പന്നനാകാൻ കഴിയണത്? ഇതൊരു ടെക്നിക്കാണ് ശരിക്കും പറഞ്ഞാൽ. ബൈബിൾ അറിയാമല്ല, ആധ്യാത്മികമായ ഒത്തിരിയേറെ നോട്ടുകളുള്ള ഒരു ട്രഷറാണ് ബൈബിള്. ലൂക്ക 6:35. തിരിച്ചു കിട്ടും എന്ന് പ്രതീക്ഷിക്കാതെ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുകയും വായ്പ കൊടുക്കുകയും ചെയ്യുവിൻ. അപ്പോൾ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും. നിങ്ങൾ അത്യുന്നതന്റെ പുത്രന്മാരായിരിക്കുകയും ചെയ്യും. നിങ്ങൾ അത്യുന്നത പുത്രന്മാരെന്ന് വിളിക്കപ്പെടുകയും ചെയ്യും. എന്നുവെച്ചാൽ ഈ ദൈവത്തിന് സന്മനാകാൻ ഉള്ള ഒരു എളുപ്പ വഴിയെന്ന് പറയണത് തിരിച്ചു കിട്ടും എന്ന് പ്രതീക്ഷിക്കാതെ നന്മ ചെയ്യണതാണ്. നമ്മൾക്ക് രണ്ട് തരത്തിൽ സമ്പന്നരാകാൻ പറ്റും. ഒന്ന്, ഈ ദൈവ തിരുസന്നിധി തന്നെ നമുക്ക് ഇതുപോലെ തിരിച്ചു കിട്ടും എന്ന് പ്രതീക്ഷിക്കാതെ നമുക്ക് സമ്പന്നത നേടാൻ പറ്റും. അതിൻ്റെ ഓപ്ഷൻ എന്ന് പറയണത് കേൾക്കപ്പെടാത്ത പ്രാർത്ഥനയാണ്. മനസ്സിലായില്ലേ? നമ്മൾ കുറേ കാര്യങ്ങൾക്ക് വേണ്ടി 10 കാര്യങ്ങൾക്ക് വേണ്ടി ചോദിച്ചാൽ ദൈവം ചിലപ്പോൾ 3 കാര്യങ്ങളെ നമുക്ക് സാധിച്ചു തരത്തുള്ളൂ. ബാക്കി 7 നമുക്ക് ന്യായമായിട്ട് തരാൻ പറ്റും. കാര്യം മറ്റുള്ളവർക്ക്, നമ്മളെക്കാൾ കഴിവില്ലാത്തവർക്കും യോഗ്യതയില്ലാത്തവർക്കും ദൈവവുമായി ബന്ധമില്ലാത്തവർക്കും ദൈവം അത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കിട്ടാനുള്ള യോഗ്യതയുണ്ട്. പക്ഷേ എന്തോ ദൈവം അത് റിസർവ് ചെയ്തിരിക്കുന്നു, തരണില്ല. അപ്പോൾ തിരിച്ചു കിട്ടും എന്ന് ദൈവത്തിൽ നിന്ന് നമുക്ക് തിരിച്ചു കിട്ടാതിരിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അതിൻ്റെ പ്രതിഫലം വലുതായിരിക്കും എന്നാണ്. ആ പ്രതിഫലം ഏതാണ്? നിത്യതയാണ്. ഓക്കെ അല്ലേ? ഇതുപോലെ തന്നെ ദൈവദിവസത്തിന് സമ്പന്നനാകാൻ വേറെയും മാർഗമുണ്ട്. ഇപ്പോൾ കേൾക്കപ്പെടാത്ത പ്രാർത്ഥന ഒന്ന്. രണ്ടാമത്തെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ചില മനുഷ്യന്മാരെ നമ്മൾ ഇപ്പോൾ തന്നെ, ഞാൻ ഓരോ രോഗികളെയൊക്കെ ആശുപത്രി കാണാൻ പോകത്തില്ലേ, അപ്പോൾ ഒറ്റവരെയും സഹപ്രവർത്തകരെയും ഇതൊക്കെ എല്ലാവരും കാണാൻ പോകും. അല്ലാത്തവരെ എന്നെ പരിചയമുള്ള, അടുപ്പമുള്ള, ജീവിച്ചിരുന്ന കാലത്ത് എന്നോട് ഭയങ്കര സ്നേഹം ഉണ്ടായിരുന്ന മനുഷ്യരെയൊക്കെ അവർക്ക് ആശുപത്രിയിൽ പെട്ടുപോകുമ്പോൾ ചെല്ലും. ഞാൻ ചെന്നവരെ പ്രാർത്ഥിക്കുമ്പോൾ
അവരെന്നെ കണ്ട ചിരിക്കത്ത് പോലും ഇല്ല. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം വരും. കാര്യം എന്താ, അവർ കോമായിലാണ്. ഞാൻ അവർക്ക് വേണ്ടി പണ്ടവർ എൻ്റെ നിഴൽ കണ്ട കയ്യും കൂപ്പി സന്തോഷത്തോടെ എന്നെ സ്വീകരിച്ച ആൾക്കാർ ഇപ്പം നിർവികാരമായിട്ട് എൻ്റെ മുഖത്ത് നോക്കും. എന്താ കാര്യം? അവർക്ക് ബോധമില്ല, അവരുടെ ബോധം പോയി, അവർ കോമായിലാണെങ്കിൽ പിന്നെ കണ്ണും തുറക്കത്തില്ല. ചിലർ കണ്ണ് തുറക്കും, പക്ഷെ നമ്മളെ മനസ്സിലാകത്തില്ല. അപ്പോഴും നമ്മൾ അവരൊക്കെ ഇപ്പം എന്തുമാത്രം ബൈസ്റ്റാൻഡേഴ്സ് ആണെന്നറിയാമോ? ഈ രോഗികളുടെ ഫസ്റ്റ് കോളും സെക്കൻഡ് കോളും ഒക്കെ എടുത്തുകൊണ്ട് അവരെ കുളിപ്പിക്കുകയൊക്കെ ചെയ്യണത്. ചിലരൊക്കെ ഇപ്പോൾ ആയിക്കൊണ്ടാണ് ചെയ്യണത്. കാര്യം ഞാനേ ഉള്ളൂ, ഇവർക്ക് മക്കളുണ്ടല്ല, ഒന്നും തിരിഞ്ഞു നോക്കിയില്ല, എല്ലാം എൻ്റെ മുതുകത്താണെന്ന് പറഞ്ഞ് ഇങ്ങനെ ഇപ്പോൾ ആകിക്കൊണ്ടൊക്കെ ചെയ്യും. അത് ഇങ്ങനെ സാധാരണ ജഡിക മനുഷ്യരങ്ങനെ ചെയ്യും. പക്ഷേ ചിലർക്ക് നല്ല ബുദ്ധിയുള്ളവരുണ്ട്. അവരെന്താണ്, ഈ രോഗിയിൽ നിന്നൊരു രോഗിയെ ശുശ്രൂഷിക്കുമ്പോൾ അവരിന് ബോധമില്ലാതെ മരിച്ചു പോവുകയുള്ളൂ. നമുക്കറിയാതെ അവർ ഇനി സുഖപ്പെട്ട് വന്ന് നമുക്കൊരു നന്ദി പറയത്തൊന്നുമില്ല. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, അങ്ങനെ ഉള്ളവരെ നിങ്ങൾ വിഷമിക്കരുത്, അത് ഞാനാണെന്ന് കരുതിയാൽ മതിയെന്ന്. അതാണ് വിഷയം. അതാണ് ഈശോ പറഞ്ഞത്, ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു എന്നേ പറയില്ല. അപ്പം നിങ്ങൾക്ക് പ്രത്യുപകാരമോ പ്രതിഫലമായിട്ട് ഒരു പുഞ്ചിരിയോ കൈകൊപ്പ് പോലും തരാത്ത ആൾക്കാരെ ശുശ്രൂഷിക്കുന്നതാണ് ഇതെല്ലാം തരുന്ന ആൾക്കാരെ ശുശ്രൂഷിക്കുന്നത്. അപ്പം ഇതെല്ലാം തരുന്ന ആൾക്കാരെ ശുശ്രൂഷിക്കുന്നതിന് 10 പോയിൻ്റ് കൃപയുണ്ടെങ്കിൽ ഈ ഒരു പുഞ്ചിരി പോലും തരാത്ത ആൾക്കാരെ നമ്മൾ ആരും കാണാതെ തന്നെ, ഒരു നല്ല വാക്ക് പോലും കേൾക്കാതെ തന്നെ ശുശ്രൂഷിക്കുമ്പോൾ നമുക്ക് 1000 പോയിൻ്റ് കൃപയാണുള്ളത്. എന്താ കാര്യം? അത് കർത്താവാണെന്നും പറഞ്ഞാണ് നമ്മൾ ശുശ്രൂഷിക്കുന്നത്. അങ്ങനെയാണ് ദൈവതിരുസന്നിധിയിൽ. സ്തുതിയായിരിക്കട്ടെ. പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ അയോഗ്യരായ ഞങ്ങളെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളാക്കി നിർത്തിയതിന് ദൈവമാതാവിന് നന്ദി പറയുന്നു. എൻ്റെ പേര് ഷൈനി, ഇതെൻ്റെ സഹോദരൻ്റെ ഭാര്യ ഡൈനി. ഞങ്ങൾ കോഴിക്കോട് ജില്ലയിലെ താമരശ്ശേരിയിൽ നിന്ന് വരുന്നു. ഞാൻ ഉടമ്പടി എടുത്തത് 3/9/2022 ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യം, എന്നോട് ഉടമ്പടിയെക്കുറിച്ച് പറഞ്ഞത് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു അധ്യാപികയായിരുന്നു. ഉടമ്പടിയെക്കുറിച്ച് ഞാൻ ആദ്യം കേട്ടിരുന്നത് കുറച്ച് കാര്യങ്ങൾ നമ്മൾ മാതാവിൻ്റെ മുമ്പിൽ എഴുതി സമർപ്പിക്കുന്ന ഒരു പള്ളി, അത്ര മാത്രമേ എനിക്ക് അറിയുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ വളരെയധികം ആഗ്രഹിച്ചിരുന്നു എനിക്കും ഈ പള്ളിയിലൊന്ന് വന്ന് ഒന്ന് പ്രാർത്ഥിക്കുവാൻ സാധിക്കുമോ എന്ന്. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോഴാണ് ഞങ്ങളുടെ ആ ഭാഗത്തു നിന്നൊരു വാഹന സൗകര്യം ഉണ്ടാവുകയും എനിക്കിവിടെ വന്ന് ഉടമ്പടി എടുക്കാൻ സാധിക്കുകയും ചെയ്തത്. ഇങ്ങനെ ഞാൻ ഉടമ്പടി എടുക്കുന്ന ആ സമയത്തായിരുന്നു എൻ്റെ സഹോദരൻ്റെ വീട് പണിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രാർത്ഥനകളൊക്കെ നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ഉടമ്പടിയിലും അവരുടെ ഭവനം പണി പൂർത്തിയാകുന്നതിനെക്കുറിച്ചുള്ളൊരു നിയോഗം ഞാൻ വെച്ചിരുന്നു. അവരും ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ഉടമ്പടി വസ്തുക്കളൊക്കെ അവർ തറയിൽ ഇട്ട് പ്രാർത്ഥിക്കുകയും പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലുകയും ഒക്കെ ചെയ്തു വന്നിരുന്നു. അങ്ങനെ 1.5 വർഷം കൊണ്ട് അവർക്ക് നല്ലൊരു ഭവനം നൽകി അമ്മ മാതാവ് ഞങ്ങളെ അനുഗ്രഹിച്ചു. അതുപോലെ തന്നെ 5 വർഷമായിട്ട് എനിക്ക് ശക്തമായ മൈഗ്രെയിൻ തലവേദന ഉണ്ടായിരുന്നു. എനിക്ക് ഒരു നേരം ഭക്ഷണം കഴിക്കാതിരുന്നാലോ ഒരു രാത്രി കുറച്ച് വൈകി ഉറങ്ങിയാലോ ഒക്കെ എനിക്ക് ഭയങ്കരമായിട്ട് തലവേദനയും ഛർദിയും ഒക്കെ ഉണ്ടാകുമായിരുന്നു. ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ട് ഇപ്പോൾ എനിക്ക് ഒരു കുഴപ്പവുമില്ല. കോഴിക്കോട് നിന്ന് ഞങ്ങൾ ഇന്നലെ വന്നിട്ട് ഇപ്പോഴാണ് ഞാൻ ഭക്ഷണം കഴിച്ചത്. എനിക്ക് എത്ര നേരം വേണേലും ഭക്ഷണം കഴിക്കാതിരിക്കുന്നതിനോ ഉറങ്ങുന്നതിനോ ഒരു കുഴപ്പവുമില്ല. എല്ലാം എനിക്ക് അമ്മ മാതാവ് വഴി ഈശോ തന്ന അനുഗ്രഹമാണ്. 1000 നന്ദി പറയുന്നു. അതുപോലെ തന്നെ വിശുദ്ധ വസ്തുക്കൾ ഉപയോഗിച്ച് ഒരു അതിഭയങ്കരമായ പ്രകൃതി ദുരന്തത്തിൽ നിന്ന് ഞങ്ങളെ മാതാവ് കാത്തു സംരക്ഷിക്കുകയുണ്ടായി. നമുക്കെല്ലാവർക്കും അറിയാം, ചൂരൽമല ഉരുൾപൊട്ടലിൻ്റെ സമയത്ത് അന്ന് രാത്രിയിലായിരുന്നു. ഞങ്ങളുടെ വീടിൻ്റെ മുറ്റത്ത് നിന്നിരുന്ന ഒരു വലിയ മരം തേക്ക് കാർ ഷെഡിൻ്റെ മുകളിലേക്ക് മറിഞ്ഞു വീഴുകയും, പക്ഷേ വാഹനത്തിനോ കെട്ടിടത്തിനോ യാതൊരു പോറൽ പോലും ഏൽക്കാതെ അമ്മ മാതാവ് എടുത്തു വെച്ചതുപോലെയായിരുന്നു ആ വലിയ മരം ഞങ്ങളുടെ മുറ്റത്ത് കിടന്നത്. അന്ന് തന്നെ കരണ്ടൊക്കെ പോയി. ഞങ്ങൾ രാത്രി കയറി ഉറങ്ങാൻ വീണ്ടും കിടന്നു. അപ്പോൾ എനിക്ക് ശക്തമായ ഒരു പ്രേരണ ഇങ്ങനെ ഉള്ളിൽ നിന്ന് ആരോ പറയുന്നു, നീ എഴുന്നേറ്റ് മുറിയിലേക്കൊന്ന് നോക്കൂ ഇങ്ങനെ ശക്തമായ തോന്നൽ വന്നുകൊണ്ടിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ വിളിച്ച്
ടോർച്ചടിച്ച് നോക്കുമ്പോൾ ഒരു പാമ്പ് ഞങ്ങൾ കിടക്കുന്ന റൂമിലേക്ക് കയറി വരുന്നുണ്ടായിരുന്നു. തക്ക സമയത്ത് അമ്മയാണ് അത് ഞങ്ങളെ കാണിച്ചു തന്നതെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. ഞങ്ങളുടെ വീട് ഒരു താഴ്ന്ന പ്രദേശത്തായതിനാൽ ഞാൻ എപ്പോഴും വെഞ്ചരിച്ച ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. വെള്ളത്തിൻ്റെയും പ്രകൃതി ദുരന്തത്തിൻ്റെയും ഒന്നും ശല്യം ഉണ്ടാവില്ലേ എന്ന് ഉടമ്പടി നേർച്ച വസ്തുവായ ഉപ്പ് ഞാൻ എൻ്റെ വീടിൻ്റെ ചുറ്റുമിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. അമ്മയുടെ ശക്തമായ സംരക്ഷണത്താലാണ് ഞങ്ങൾ അന്ന് രക്ഷപ്പെട്ടതെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഞാനൊരു അധ്യാപികയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഞാൻ പഠിപ്പിക്കുന്ന എൻ്റെ കുട്ടികളെ ഉപജില്ലാതല മത്സരങ്ങൾക്ക് കൊണ്ടുപോകുമ്പോൾ, ശാസ്ത്ര കലാ കായിക മത്സരങ്ങൾക്കെല്ലാം കൊണ്ടുപോകുമ്പോൾ ഞാൻ അമ്മയുടെ നേർച്ച വസ്തുക്കളായ ഉപ്പും തൈലവും ഉപയോഗിക്കുകയും അമ്മയുടെ കാശുരൂപം, ഉടമ്പടി കാശുരൂപം വെച്ച് കുട്ടികളെ പ്രാർത്ഥിച്ചിട്ട് വിടുകയും ചെയ്യുമായിരുന്നു. എല്ലാ കുട്ടികൾക്കും ഉന്നതമായ വിജയം നൽകി അമ്മ ഞങ്ങളെ അനുഗ്രഹിച്ചു. അതോടൊപ്പം ആ കുഞ്ഞു മക്കളുടെ വിശ്വാസവും വർദ്ധിക്കാൻ സഹായിച്ചു. ഇത്രയൊക്കെയാണ് എനിക്ക് അമ്മ തന്ന അനുഗ്രഹങ്ങൾക്ക് ഒരുപാട് നന്ദി പറയുന്നു. ഞാൻ ചെയ്യുന്ന കാരുണ്യ പ്രവൃത്തികളും പ്രേക്ഷിത പ്രവർത്തനങ്ങളും, ഇവിടെ നിന്ന് കിട്ടുന്ന പത്രം ഞാൻ മെഡിക്കൽ കോളേജിലാണ്, ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു 35 കിലോമീറ്ററോളം ദൂരമാണ്. അവിടെ പോയി അവിടെ നിന്ന് പ്രാർത്ഥിച്ചൊരുങ്ങി ഓരോ പത്രവും ഇത് കിട്ടുന്നയാൾക്ക് ഇവരുടെ വീട്ടിലേക്ക് സന്തോഷവും സമാധാനവും നൽകുന്ന അമ്മയും അമ്മയുടെ തിരുക്കുമാരനും കടന്നു ചെല്ലണമേ എന്ന് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് ഞാൻ ഓരോരുത്തരോടും പത്രം വേണോ എന്ന് ചോദിക്കും. വേണ്ട എന്നോ എന്തെങ്കിലും എതിരോ പറയുന്ന ആളുകൾക്ക് ഞാൻ കൊടുക്കാറില്ല പത്രം. സ്നേഹത്തോടെ അവരോട് ഞാൻ പറയും, നിങ്ങൾ ഒരു ദിവസം ഇതിൻ്റെ മഹത്വം മനസ്സിലാക്കും, അപ്പോൾ നിങ്ങൾ വാങ്ങിയാൽ മതി എന്ന് ഞാൻ പറയും. അടുത്തയാളെ വെയിറ്റ് ചെയ്ത് അവിടെ സമയം ചെലവഴിച്ച് ഞാൻ പത്രം കൊടുത്തിട്ടാണ് തിരിച്ചു പോരുക. അതുപോലെ തന്നെ അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് ഞാൻ എല്ലാ ദിവസവും കേൾക്കുകയും സ്റ്റാറ്റസ് ഇടുകയും കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുകയും ചെയ്യാറുണ്ട്. എല്ലാ ആഴ്ചത്തെയും ഉടമ്പടി ധ്യാനം ഞാൻ അതാത് ദിവസങ്ങളിൽ തന്നെ കണ്ടു തീർക്കുകയും സ്റ്റാറ്റസ് ഇടുകയും ഷെയർ ചെയ്യുകയും ചെയ്യാറുണ്ട്. സാക്ഷ്യങ്ങൾ ഞാൻ എല്ലാ ദിവസവും 3 എണ്ണമെങ്കിലും ചുരുങ്ങിയത് എല്ലാ ദിവസവും ഞാൻ കേൾക്കാറുണ്ട്. അതുപോലെ കാരുണ്യ പ്രവൃത്തികളായിട്ട് ഞാൻ ചെയ്യുന്നത്, ഞങ്ങളുടെ വീടിനടുത്തുള്ള അനാഥാലയങ്ങളിൽ എന്നാൽ കഴിയുന്ന സഹായം ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട്. വയോജനങ്ങളെ നോക്കുന്ന ഒരു സ്ഥലമുണ്ട്, അവിടെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോയി അമ്മമാരെ കുളിപ്പിക്കുന്നതിനും അവരോട് സംസാരിക്കുന്നതിനും ഒക്കെ സമയം കണ്ടെത്താറുണ്ട്. പിന്നെ ഞങ്ങളുടെ കുട്ടികളുടെ പിറന്നാളോ അതുപോലെയുള്ള വിശേഷങ്ങളോ ഒക്കെ വരുമ്പോൾ ഞങ്ങൾ വീട്ടിലൊന്നും ഉണ്ടാക്കാറില്ല. കേക്കും മധുരപലഹാരങ്ങളും ഒക്കെ ഞാൻ ബുദ്ധിമാന്യമുള്ള കുട്ടികളെ നോക്കുന്ന ഒരു സ്ഥാപനത്തിലേക്ക് ആ കുട്ടികൾക്കാണ് കൊണ്ടു കൊടുക്കാറുള്ളത്. ഇത്രയുമൊക്കെ അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ തന്ന അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നതോടൊപ്പം എൻ്റെ സഹോദരിക്ക് ഒരു വാക്ക് സംസാരിക്കാൻ ഞാൻ കൊടുക്കുന്നു. എൻ്റെ പേര് ഡൈനി. ഞങ്ങൾ കോഴിക്കോട് ജില്ലയിലെ താമരശ്ശേരി രൂപതയിൽ നിന്ന് വരുന്നു. ഞാൻ 2022 ഫെബ്രുവരി 28 ഉടമ്പടി എടുത്തത്. ഞങ്ങളുടെ വീട് പണിക്ക് മുന്നോടിയായി എനിക്ക് ഉടമ്പടി എടുക്കണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. അങ്ങനെ ഞങ്ങൾ മാർച്ച് 3 ഞങ്ങളുടെ വീടിൻ്റെ പണി ആരംഭിച്ചു. മാതാവിൻ്റെ നേർച്ച വസ്തുക്കളായ ഉപ്പും തൈലവും ഞങ്ങൾ ആ വീട് പണിയുടെ സമയത്ത് ഞങ്ങളുടെ വീടിൻ്റെ തറയിൽ ഉപയോഗിക്കുമായിരുന്നു. എല്ലാ ദിവസവും ഞങ്ങൾ സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ശേഷം നേർച്ച വസ്തുക്കളുമായി പോയി ഇവിടുത്തെ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും വിശ്വാസ പ്രമാണവും ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു. ഞങ്ങളുടെ വീടിൻ്റെ പണി നടന്നുകൊണ്ടിരുന്നപ്പോൾ അതിൻ്റെ തറ മുതൽ അതിൻ്റെ വാർപ്പ് പണി എല്ലാ സ്ഥലങ്ങളിലും ഞങ്ങൾ മാതാവിൻ്റെ കാശുരൂപം വെക്കുമായിരുന്നു. ഞങ്ങൾ ഓരോ പണി കഴിയുമ്പോഴും മുന്നോട്ട് എങ്ങനെ പോകുമെന്നറിയാൻ മേലാത്ത അവസ്ഥകളിൽ ഞങ്ങളെ ഒത്തിരി ആളുകൾ ഞങ്ങളെ സാമ്പത്തികമായി സഹായിക്കുകയും ഞങ്ങളുടെ ഈ പണിയിൽ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു വ്യക്തി ഞങ്ങൾ എങ്ങനെ ഈ പണി മുന്നോട്ട് കൊണ്ടുപോകണം, ഞങ്ങൾക്ക് അറിയത്തില്ലല്ലോ ചെറിയ ഓരോ പണികളും മുന്നോട്ട് കൊണ്ടുപോകാൻ, അതിന് ഞങ്ങളെ സഹായിക്കാൻ ഒരു വ്യക്തി നിരന്തരം ഞങ്ങളുടെ കൂടെ നിന്നു. അത് പരിശുദ്ധ അമ്മ തന്നെ ഞങ്ങൾക്ക് ഏർപ്പാടാക്കി തന്നതാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അങ്ങനെ മാതാവിൻ്റെ അനുഗ്രഹത്താൽ 1.5 വർഷം കൊണ്ട് വളരെ മനോഹരമായി എല്ലാ പണികളും തീർത്ത് ഞങ്ങളുടെ സുന്ദരമായ ഭവനത്തിൽ ഞങ്ങൾക്ക് കയറി താമസിക്കുവാൻ സാധിച്ചു. എല്ലാവരും ഈ വീട് കണ്ടിട്ട് പറയുന്നത് കൃപാസന മാതാവിൻ്റെ സമ്മാനമാണ് ഈ വീട് എന്നാണ്. പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ആദ്യമായിട്ട് അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് അനീഷ ജോർജ്. ഞാൻ കാഞ്ഞിരപ്പള്ളി രൂപത ആനക്കലിൽ നിന്ന് വരുന്നു. ഇതെൻ്റെ ഭർത്താവ് ജസ്റ്റിൻ സെബാസ്റ്റ്യൻ, മകൻ ക്രിസ് ജോ ജസ്റ്റിൻ, എറിക് ജോ ജസ്റ്റിൻ. ഞാൻ 2024 ജൂലൈ 14 ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത്. ഞങ്ങളൊരു വീട് വിൽക്കുകയും
അതിൽ വീട് വിറ്റ് അതിൽ കുറച്ച് കഴിഞ്ഞപ്പോൾ വെള്ളപ്പൊക്കം ഉണ്ടാകുകയും അതൊരു തോടിൻ്റെ ഭാഗത്തായിരുന്നു വീടിരുന്നത്. അപ്പോൾ അത് വെള്ളപ്പൊക്കം ഉണ്ടായതിൻ്റെ ഭാഗമായിട്ട് അവിടെ ചെറിയ ഇരുത്തം വരികയും ചെയ്തു. അപ്പോൾ ആ വീട്ടുകാർ ഞങ്ങളോട് ആ വീട് ഒന്നെങ്കിൽ തിരിച്ച് മേടിക്കണമെന്നും അല്ലെങ്കിൽ നഷ്ടപരിഹാരമായിട്ട് 10 ലക്ഷം രൂപ തരണമെന്നും പറഞ്ഞു. അത് ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റാത്ത ഒരു തുകയായിരുന്നു. അങ്ങനെ വളരെ വിഷമിച്ച് ഞങ്ങൾ ഇരിക്കുകയായിരുന്നു. അങ്ങനെ ഞാൻ അമ്മ മാതാവിൻ്റെ അടുത്ത് വന്ന് ഉടമ്പടി വെച്ച് ഈ ഒരു നിയോഗം വെച്ച് പ്രാർത്ഥിച്ച് മാതാവിനോട് കരഞ്ഞ് പ്രാർത്ഥിച്ചു. അമ്മേ, ഇത്രയും രൂപ ഞങ്ങൾക്ക് കൊടുക്കാൻ ഇപ്പം സാഹചര്യമില്ല, അമ്മ ഞങ്ങൾ അതിനനുസരിച്ച് എങ്ങനെയെങ്കിലും കുറച്ച് തരണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. അങ്ങനെ അമ്മ മാതാവ് ഇടപെട്ട് അത് 1.5 ലക്ഷം രൂപയായിട്ട് ഞങ്ങൾക്കത് കുറച്ച് തന്നു. അങ്ങനെ അമ്മ മാതാവ് ഞങ്ങളെ അനുഗ്രഹിച്ചു. പിന്നെ ഞാൻ ഗർഭിണിയായിരുന്നു. ഗർഭിണിയായപ്പം ആദ്യത്തെ മാസത്തിൽ എനിക്ക് ഇൻറ്റേർണൽ ബ്ലീഡിങ് ഉണ്ടാവുകയും അത് ഡോക്ടർ പറഞ്ഞു ഇത് അബോർഷനായി പോകാൻ ചാൻസ് ഉണ്ടെന്നും പറഞ്ഞു. അങ്ങനെ മാതാവിൻ്റെ അടുത്ത് വന്ന് ഒരുപാട് കരഞ്ഞ് പ്രാർത്ഥിച്ചു. അമ്മേ, എൻ്റെ കുഞ്ഞിനെ എനിക്ക് തിരിച്ചു തരണമെന്ന് ഒരുപാട് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചു. ഉടമ്പടി തൈലം ഞാൻ ഉദരത്തിൽ എന്നും കുരിശ് വരച്ച് പ്രാർത്ഥിക്കുകയും ഉടമ്പടി ഉപ്പ് എല്ലാ ദിവസവും കഴിക്കുകയും ചെയ്തു. പ്രാർത്ഥിച്ചു. വിശ്വാസപ്രമാണം ചൊല്ലിയും കൊന്തയൊല്ലിയൊക്കെ പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് അമ്മ എനിക്ക് കുഞ്ഞിനും പൂർണ്ണ സൗഖ്യം തന്നു. ഇപ്പം ഞാനിപ്പോൾ 9 മാസം ഗർഭിണിയാണ്. അതിൽ ആരോഗ്യമുള്ള കുഞ്ഞിനെ തന്നെ എൻ്റെ ഉദരത്തിൽ അമ്മ തന്നിട്ടുണ്ട്. അതിന് ഒരുപാട് നന്ദി, 1000 നന്ദി ഞാൻ അമ്മയോട് പറയുകയാണ്. പിന്നെ എൻ്റെ വീട്ടിൽ കിണറ്റിൽ വെള്ളമില്ലായിരുന്നു. ഒരുപാട് കിണർ കുത്തി ഒരിടത്ത് വെള്ളമെല്ലാം കുത്തിയിട്ട് അധികം വെള്ളം നിൽക്കുന്നില്ല. വെള്ളം പെട്ടെന്ന് പറ്റി പോവുമായിരുന്നു. പിന്നെ ഞങ്ങൾ ക്യാഷ് കൊടുത്തായിരുന്നു വെള്ളം വാങ്ങിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ എല്ലാവരും പറഞ്ഞു കുഴൽക്കിണർ കുത്താൻ പറഞ്ഞു. അപ്പം കുഴൽക്കിണർ കുത്തിയപ്പം 150 അടിയിൽ വെള്ളം കാണുമെന്ന് പറഞ്ഞു. അപ്പം ചേട്ടായി ഇങ്ങനെ എൻ്റെ സഹോദരൻ എന്നോട് പറഞ്ഞു, നീ ഒന്ന് മാതാവിനോട് പറഞ്ഞ് പ്രാർത്ഥിക്കണം, വെള്ളം കിട്ടാൻ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ സ്ഥാനം കണ്ടെടുത്ത് മാതാവിൻ്റെ വിശുദ്ധ ഉപ്പും വിതറി ഞങ്ങൾ വിശ്വാസപ്രമാണം ചൊല്ലി മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം രാവിലെ കിണർ കുത്താൻ തുടങ്ങി. കിണർ കുത്തി 150 അടി കഴിഞ്ഞു, 490 അടിയായി. എന്നിട്ടും വെള്ളം കാണുന്നില്ല. അപ്പോൾ അവർ പറഞ്ഞു ഇനി 500 അടിയേ അവർ കുത്തത്തുള്ളൂ, അതിൽ കൂടുതൽ അവർ കുത്തിയല്ലെന്ന് പറഞ്ഞു. അപ്പം ചേട്ടായി വിഷമിച്ച് എന്നെ വിളിച്ചു, എടി ഇങ്ങനെ വെള്ളം കിട്ടുന്നില്ല, എന്നാ ചെയ്യും? അപ്പം ഞാനിങ്ങനെ മാതാവിനോട് പ്രാർത്ഥിക്കുമ്പോഴൊക്കെ വെള്ളം ഇങ്ങനെ ഓളം തള്ളുന്ന പോലെയൊക്കെ കാണുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, ചേട്ടായിയോട് പറഞ്ഞു, അമ്മ മാതാവ് നമുക്ക് വെള്ളം തരും, മാതാവിൻ്റെ വിശുദ്ധ ഉപ്പല്ലേ നമ്മൾ ഇട്ടിരിക്കുന്നത്, അപ്പം വെള്ളം വരുമെന്ന് പറഞ്ഞു. അങ്ങനെ 498 അടിയായപ്പോഴത്തേക്കും വെള്ളം കാണാൻ തുടങ്ങി. പിന്നെ ഞാൻ ചേട്ടായിയോട് പറഞ്ഞു, മാതാവിൻ്റെ ഉപ്പും കാശുരൂപവും അവിടെ ഇടണം, അതിൻ്റെ അകത്തോട്ട് ഇട്ട് വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കണം. അപ്പം 500 അടി കഴിഞ്ഞപ്പോഴത്തേക്കും നന്നായിട്ട് വെള്ളം വരാൻ തുടങ്ങി. ഇപ്പം ധാരാളം വെള്ളം നൽകി അമ്മ ഞങ്ങളെ അനുഗ്രഹിച്ചു. പിന്നെ എനിക്ക് ഒരുപാട് സുഗന്ധാഭിഷേകവും തിരിയിൽ അമ്മ മാതാവിൻ്റെ രൂപവും എല്ലാം അമ്മ മാതാവ് കൂടെയുണ്ടെന്ന് തെളിയിച്ച് തന്നു. അങ്ങനെ ഒരുപാട് രോഗസൗഖ്യങ്ങളും എല്ലാം അമ്മ മാതാവ് ഞങ്ങൾക്ക് തരുന്നുണ്ട്. പിന്നെ കൂടുതൽ വിശ്വാസത്തിൽ ആഴപ്പെടാൻ സാധിച്ചു. ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ പിന്നെ വിശുദ്ധ കുർബാനയിൽ സജീവമായി പ്രാർത്ഥിക്കാനും എല്ലാം ഞങ്ങൾക്കിപ്പോൾ സാധിക്കുന്നുണ്ട്. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞങ്ങൾ പൊതുച്ചോറ് കൊടുക്കും. പിന്നെ പത്രം വാങ്ങിച്ച് ഞാനും മോനും കൂടെ ഓട്ടോ സ്റ്റാൻഡുകളിലും ബസ് സ്റ്റാൻഡുകളിലും എല്ലായിടത്തും പത്രം കൊണ്ടുപോയി കൊടുക്കും. ചിലവർ പരിഹസിക്കും, എന്നാലും ഞങ്ങൾ ബാക്കിയുള്ളവർക്ക് വിശ്വാസപ്രമാണം ചൊല്ലി മാതാവിൻ്റെ പത്രം എല്ലാവർക്കും കൊടുക്കും. പിന്നെ എന്നെ കഴിയുന്ന പോലെ എല്ലാവർക്കും സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. പിന്നെ ഓരോ മാതാവിൻ്റെ നേർച്ച വസ്തുക്കളൊക്കെ വയ്യാത്ത അങ്ങനെ വരുമ്പം ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് അവർക്ക് തൂത്ത് കൊടുക്കുമ്പോൾ അവർക്ക് അതിൻ്റെ അത്ഭുതങ്ങളൊക്കെ വേദനകളെല്ലാം മാറിയെന്ന് ഓരോരുത്തർ അനുഭവങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതല്ലാതെ ഒരുപാട് അനുഭവങ്ങൾ അമ്മ മാതാവ് തന്ന. എൻ്റെ പേര് ജിസ്ന, ഇതെൻ്റെ ഭർത്താവ് ബിബിൻ.
ഞങ്ങൾ കോതമംഗലം രൂപതയിൽ ഇടുക്കി ജില്ലയിൽ കാളിയാറ്റിൽ നിന്ന് വരുന്നു, തൊടുപുഴയ്ക്കടുത്ത് കാളിയാറ്റിൽ നിന്ന് വരുന്നു. ഞാൻ ഇവിടെ ആദ്യമായി വന്നത് നവംബർ 2-ാം തീയതി 2024 ഇവിടെ വരാൻ കാരണം എല്ലാ ഫോണിനകത്തൊക്കെ എന്നും ഈ പിന്നെ അച്ഛൻ്റെ ഡെയിലി ബ്രെഡും ചൊവ്വാഴ്ച ധ്യാനങ്ങളെല്ലാം കാണുമായിരുന്നു. അന്നേരം ഞാൻ പറഞ്ഞു, എനിച്ചതിന് നടുവിന് വേദനയാണ്, എന്നും ഡിസ്ക് ബൾജായിട്ട് എന്നും ആശുപത്രി പോകാൻ മാത്രം നേരമുള്ളൂ, ശരീരം കോടിപ്പോകുന്ന അവസ്ഥയായിരുന്നു, ഇടത് കാലം തളർന്നുപോയി. അതുകൊണ്ട് നമുക്ക് കൃപാസന മാതാവിനെ ഒന്ന് പോയി കണ്ട് പ്രാർത്ഥിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് പോയി. ഇവിടെ വന്നപ്പോൾ വലിയ തിരക്ക്, ഉടമ്പടി എടുക്കാൻ പറ്റുമോ എന്നറിയത്തില്ല, എടുത്താൽ ഞങ്ങളെ കൊണ്ട് അത് പൂർത്തിയാക്കാൻ സാധിക്കുമോ എന്നറിയത്തില്ല. അതുകൊണ്ട് ഞങ്ങൾ ഉടമ്പടി എടുക്കാൻ തിരിച്ചു പോയി. നവംബർ പിന്നെയും ആ വേദന കൂടുമല്ലാതെ കുറഞ്ഞില്ല. ഫെബ്രുവരി 1-ാം തീയതി തിരികെ വന്ന് ഞങ്ങൾ ഉടമ്പടി എടുത്തു. വീണ്ടും ആശുപത്രി പോയി. ഉടമ്പടി ജീവിക്കാൻ തുടങ്ങിയ പിന്നെ ആ വേദന കുറയുകയും താഴ്ന്നു പോകാൻ തുടങ്ങിയ കാല് നന്നായിട്ട് നൂറ് നിൽക്കാനും എല്ലാ ജോലി ചെയ്യാനും സാധിക്കാൻ തുടങ്ങി. മാതാവിൻ്റെ കൃപയാൽ ഇപ്പോൾ സകല ജോലിയും ചെയ്യുന്നുണ്ട്. മരുന്നുകൾ കൊണ്ടൊന്നും മാറാതെ ഇരുന്നത് മാതാവിൻ്റെ കൃപയാൽ മാറിക്കിട്ടി. എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം, ഞങ്ങളുടെ 4-ാമത്തെ കുഞ്ഞ്, 3-ാമത്തെ പ്രസവത്തിൽ 4-ാമത്തെ കുഞ്ഞ്, മൂത്തവർ 2 ട്വിൻസാണ്. അതുകൊണ്ട് 4-ാമത്തെ കുഞ്ഞാണ്. അവന് ഉടമ്പടി എടുത്തു കഴിഞ്ഞാണ് ഞങ്ങൾ അറിയുന്നത് ഒരു കുഞ്ഞുണ്ട് എന്ന്. അവൻ 5-ാം മാസമായപ്പോൾ കിഡ്നിക്ക് വീക്കമാണെന്ന് 5-ാം മാസം സ്കാനിങ്ങിൽ അറിഞ്ഞു. അന്നേരം തൊട്ട് വലിയ ടെൻഷനായി, ഇനി എങ്ങനെയാവും കാര്യങ്ങൾ, കുഞ്ഞിന് വലിയ വൈകല്യം വരുമോ എന്ന പേടിയായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ മാതാവിനോട് മുറുകെ പ്രാർത്ഥിച്ചു, അവനൊരു കുഴപ്പം വരാതിരിക്കുവാണെങ്കിൽ ഇവിടെ കൊണ്ടുവന്ന് മാതാവിന് മുമ്പിൽ കിടത്തിക്കോളാം എന്ന്. 7-ാം മാസം സ്കാനിങ്ങിലും 7-ാം മാസം സ്കാനിങ് ആയപ്പം കിഡ്നിയുടെ വീക്കം കുറഞ്ഞതായിട്ടും 9-ാം മാസം സ്കാനിങ്ങിൽ അത് പൂർണ്ണമായി മാറിയതായിട്ടും പറഞ്ഞു. അവൻ ജനിച്ചു കഴിഞ്ഞപ്പോൾ അവൻ്റെ വയറേൽ ഒരു കരിനീല കളറിൽ തടിപ്പ് വന്നു. അതിൻ്റെ വേരുകൾ ഉള്ളിലോട്ട് ആഴത്തിലുണ്ട്, അത് സൂക്ഷിക്കണം എന്ന് പറഞ്ഞു. അത് പീഡിയാട്രിക് സർജനെ കൊണ്ട് എവിടെയാണെങ്കിലും കാണിക്കണം, മെഡിക്കൽ കോളേജിൽ കൊണ്ട് കാണിക്കണം എന്ന് പറഞ്ഞു. അവൻ്റെ കരച്ചിലാണെങ്കിൽ ഒരു വ്യത്യാസം വന്നതുകൊണ്ട് എക്കോ എടുത്ത് നോക്കിയപ്പോൾ ഹൃദയത്തിൻ്റെ 2 അറകളിൽ 2 ഹോള്, ഒരെണ്ണം ഇത്തിരി ചെറുതും ഒരെണ്ണം 2.5 ഉണ്ട്, അതുകൊണ്ട് അത് അടയാൻ ചാൻസ് കുറവാണ് എന്ന് പറഞ്ഞു. 3 ആഴ്ചയ്ക്ക് ശേഷം അന്നേരം തൊട്ട് ഞങ്ങൾ മാതാവിനോട് പറഞ്ഞു, മാതാവേ വീണ്ടും പരീക്ഷിക്കുകയാണല്ലോ എന്ന് പറഞ്ഞു. എന്നിട്ട് കുഞ്ഞിൻ്റെ വയറേലും നെഞ്ചത്തും മാതാവിൻ്റെ ഉടമ്പടി തൈലം തേക്കുകയും നെറ്റിയിലെല്ലാം ഉടമ്പടി ഉപ്പ് തേക്കുകയും ചെയ്ത് ഞങ്ങൾ പ്രാർത്ഥിച്ചു. 3 ആഴ്ചയ്ക്ക് ശേഷം ഞങ്ങൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ പിള്ളേരുടെ ഓഗസ്റ്റ് 15-ാം തീയതി പിള്ളേരുടെ മെഡിക്കൽ കോളേജിൽ ചെന്നു. അവിടെ ചെന്ന് പീഡിയാട്രിക് സർജനെ കാണിച്ചു കഴിഞ്ഞപ്പം സർജൻ പറഞ്ഞു, വയറിലുള്ള തടിപ്പ് ഒരു തൊലിയുടെ അകമയുള്ള ഒരു ചെറിയ തടിപ്പ് മാത്രമാണ്, അത് സ്കിന്നിൻ്റെ കളറായിട്ട് മാറിക്കോളും, അത് യാതൊരു കുഴപ്പവുമില്ല എന്ന് പറഞ്ഞു. പിറ്റേന്ന് ആഗസ്റ്റ് 16-ാം തീയതി മെഡിക്കൽ കോളേജ് കൊണ്ട് പീഡിയാട്രിക് കാർഡിയോളജിസ്റ്റിനെ കൊണ്ട് കുഞ്ഞിനെ കാണിച്ചു കഴിഞ്ഞപ്പോൾ ഹൃദയത്തിൽ ഒരു അറയിലെ ചെറിയ ഹോള് അടഞ്ഞു പോയതായിട്ടും ഇനി 2.5 അടയാൻ ചാൻസ് കുറവാണ്, അത് ഫോളോ അപ്പ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. മരുന്നുകളൊന്നും തന്നില്ല. ഞങ്ങൾ ചോദിച്ചു, മരുന്ന് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, അത് 18 വയസ്സ് കഴിയുമ്പോൾ ഒന്നെങ്കിൽ ഓപ്പറേഷൻ ചെയ്യുക അല്ലെങ്കിൽ മരുന്ന് കൊടുക്കുക, അങ്ങനെ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. പിന്നെയും ഞങ്ങൾ പ്രാർത്ഥിച്ചു. നവംബർ 15-ാം തീയതി ഞങ്ങൾ വീണ്ടും മെഡിക്കൽ കോളേജിൽ ചെന്ന് കുഞ്ഞിനെ കാണിച്ചു കഴിഞ്ഞപ്പോൾ ആ 2.5 ഉണ്ടായിരുന്ന ആ ഹോള് പോലും മാതാവ് അടച്ചു കളഞ്ഞായിട്ട് കാണിച്ചു. പറഞ്ഞു ഇത് സാധ്യതയില്ലാത്തതായിരുന്നു എന്നാണ് ഡോക്ടറും പറഞ്ഞത്. അതും അടച്ച് മാതാവ് തന്നു. ഞങ്ങൾ എന്നും മുടങ്ങാതെ എന്നും കുർബാനയ്ക്ക് പോവുകയും കുമ്പസാരിക്കുകയും ചെയ്തു. മരുന്ന് മേടിക്കാൻ പൈസ ഇല്ലാതെ കഴിയുന്നവർക്ക് ഒരു നേരത്തെ മരുന്ന് മേടിക്കാനുള്ള, ഞങ്ങളെ കൊണ്ടാവുന്ന പോലെ ഒരു നേരത്തെ മരുന്ന് മേടിക്കാനുള്ള പൈസ കൊടുത്തു.
വിശക്കുന്നവർക്ക് ഒരു നേരത്തെ ഫുഡ് ഞങ്ങളെ കൊണ്ട് കൊടുക്കാൻ പറ്റുന്നത് ഞങ്ങൾ കൊടുത്തു. ഞങ്ങൾ പത്രം കൊണ്ട് എല്ലാവർക്കും വിതരണം ചെയ്ത് ഞങ്ങളെ ഹിന്ദുക്കൾക്കാണ് അധികവും വിതരണം ചെയ്തത്. പിന്നെ അനാഥാലയത്തിലേക്ക് ഡ്രസ്സ് കുഞ്ഞുങ്ങളുടെ ഡ്രസ്സുകളും നല്ല ഡ്രസ്സുകൾ നോക്കിയെടുത്തും പിന്നെ എവിടുന്നേലും ഡ്രസ്സ് ആരേലും കൊടുക്കാൻ ചുമ്മാ കളയുവാന്ന് പറഞ്ഞാൽ വേണ്ട ചേച്ചി ഇതിലും കഷ്ടപ്പെട്ട് ജീവിക്കുന്നവരുണ്ട് എന്ന് പറഞ്ഞാൽ ഡ്രസ്സ് അനാഥാലയത്തിലോട്ട് മേടിച്ച് കൊടുക്കുകയും ചെയ്തിട്ടു. അതാണ് ഞങ്ങൾ ചെയ്ത പ്രേക്ഷിത പ്രവർത്തനം. ഞങ്ങൾ എൻ്റെ ഭർത്താവിൻ്റെയും കുഞ്ഞിൻ്റെയും എല്ലാം രോഗവും മാറ്റി തന്ന മാതാവിനും. എൻ്റെ പേര് ജിബി ഐസക്ക്. ഞാൻ നിലമ്പൂരിൽ നിന്നാണ് വരുന്നത്. ആദ്യം തന്നെ എൻ്റെ ഈശോയ്ക്കും മാതാവിനും 1000 കോടാനുകോടി നന്ദി പറയുകയാണ്. ഞാനിവിടെ 4ാം തവണയാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. 2022 മാർച്ചിലാണ് ഞാൻ വന്ന് ഉടമ്പടി എടുക്കുന്നത്. ഇപ്പോഴും ഉടമ്പടി പുതുക്കി ഉടമ്പടിയിലൂടെ തന്നെയാണ് ജീവിക്കുന്നത്. 14 തവണ ഞാൻ ഉടമ്പടി പുതുക്കി 4ാം തവണയാണ് ഇവിടെ സാക്ഷ്യപ്പെടുത്തുന്നത്. എനിക്ക് എൻ്റെ അമ്മ മാതാവ് ഈശോയിൽ നിന്ന് വാങ്ങിച്ചെന്ന വലിയൊരു അനുഗ്രഹം, വലിയൊരു അത്ഭുതത്തെക്കുറിച്ചാണ് പറയുന്നത്. ഒരു ബാങ്ക് ഫ്രീസായി പോയോ, വലിയൊരു കേസ് നടക്കുന്ന ഒരു ബാങ്ക് ഫ്രീസായി പോയ ആ ബാങ്കിൻ്റെ ഫ്രീസ് ഒഴിവാക്കി എൻ്റെ ക്യാഷ്, എൻ്റെ പണം എനിക്ക് തിരിച്ചു കിട്ടിയ ആ വലിയ ഒരു മഹത്തായ ഒരു അത്ഭുതത്തെക്കുറിച്ച് എൻ്റെ അമ്മയുടെ അടുക്കൽ ഞാൻ വന്ന് ഉടമ്പടി വെച്ച് ആ ഉടമ്പടിയിൽ പറഞ്ഞിരിക്കുന്ന ഉടമ്പടി വസ്തുക്കൾ, അതായത് ഉപ്പ്, ഞാൻ ആ ബാങ്കിൻ്റെ മുന്നിൽ കൊണ്ടുപോയി വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. എന്നിട്ട് ഞാൻ മാതാവിൻ്റെ അടുക്കൽ വന്ന് ഉടമ്പടിയിൽ നിയോഗം വെച്ചതിൻ്റെ ഫലമായി എനിക്ക് കിട്ടിയ വലിയൊരു അനുഗ്രഹമാണ് ഞാൻ നിങ്ങളുടെ അടുക്കൽ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. അത് ചുരുക്കി പറയാം, 2025 എല്ലാവർക്കും അറിയപ്പെടുന്ന വലിയൊരു കേസാണ് പാതി വില തട്ടിപ്പ്. അതായത് പകുതി വിലയ്ക്ക് വനിതകൾക്ക് 50% സബ്സിഡിയോട് കൂടിയിട്ട് സ്കൂട്ടർ കൊടുക്കുക. അങ്ങനെ ഒരു പ്രൊജക്റ്റ് ഞാനൊരു അയൽക്കൂട്ടത്തിൽ അംഗമാണ്. അപ്പോൾ അതിലൊരു ലിങ്ക് വന്നു. അത് പ്രകാരം ഞങ്ങളുടെ അടുത്തുള്ള ചുങ്കത്തറ എന്നുള്ള സ്ഥലത്തൊരു ചേട്ടൻ അത് NGOയിലേക്ക് അടച്ച് അങ്ങനെ സ്കൂട്ടർ തരാമെന്ന് പറഞ്ഞ് ഞാൻ അതിൽ ജനുവരി മാസം 2025 ജനുവരി 20-ാം തീയതി 66,000 രൂപ പണം അടയ്ക്കുകയും അതിൽ ചേരുകയും ഫോം ഫില്ല് ചെയ്ത് കൊടുക്കുകയും ചെയ്തു. അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞ് 2 ആഴ്ച തുടങ്ങിയപ്പോഴേക്കും വിവാദപ്രദമായ ഈ കേസ് പുറത്തു വന്നു. തട്ടിപ്പ് നടത്തി, ഇത് വലിയൊരു കള്ള തട്ടിപ്പായിരുന്നു എന്ന് പിന്നീടാണ് ഞാൻ അറിഞ്ഞത്. ഞാൻ അപ്പം തന്നെ ആ ചേട്ടനെ സമീപിച്ചു, എൻ്റെ ക്യാഷ് തിരിച്ചു വരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ചേട്ടൻ പറഞ്ഞു അത് തരാൻ പറ്റില്ല, ബാങ്കിൽ ഇട്ടതല്ലേ, നമ്മളത് NGO എന്നുള്ളൊരു സംഘടനയിലേക്ക് കൊടുക്കും, നമുക്കങ്ങനെ തിരിച്ചു തരാൻ കഴിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചേട്ടനോട് ഞാൻ ഇതുപോലെ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി പോകുന്നൊരു സമയമായിരുന്നു, ഞാൻ അതിൽ നിയോഗം വെച്ചിട്ടുണ്ടായിരുന്നു. അത് തന്നെ ഞാൻ ആ ചേട്ടനോട് പറഞ്ഞു, ഞാൻ കൃപാസന മാതാവിൻ്റെ അടുക്കൽ പോയി ഉടമ്പടിയിൽ വെച്ചിരിക്കുന്ന ഒരു നിയോഗമാണ്, എൻ്റെ ക്യാഷ് ചേട്ടൻ തന്നെ അത് തിരിച്ചു തന്നിരിക്കും, അല്ലെങ്കിൽ എൻ്റെ ദൈവം അത് ചേട്ടനിലൂടെ അല്ലെങ്കിൽ അതിലെ വേണ്ട വ്യക്തികളിലൂടെ അത് എനിക്ക് ആ ക്യാഷ് തിരിച്ചു തന്നിരിക്കും എന്ന് ഞാൻ ആ ചേട്ടന് ഉറപ്പ് നൽകി. ഞാൻ പറഞ്ഞു ചേട്ടന് വേണ്ടിയും പ്രാർത്ഥിക്കാം, ജാമ്യം കിട്ടാതെ നടക്കുകയായിരുന്നു, ആയിക്കോട്ടെ ഞാൻ ചേട്ടന് വേണ്ടിയും പ്രാർത്ഥിക്കാം, നിയോഗത്തിൽ വെക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ചേട്ടൻ എന്നെ അങ്ങനെ കൈയൊഴിഞ്ഞു, പൈസയും തന്നില്ല. ഞാൻ മാതാവിനോട് മുട്ടിപ്പായി പ്രാർത്ഥിച്ചു. അവസാനം ആ കേസ് കോടതിയിലെത്തി, അത് ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തു. ഞാൻ എടക്കര സ്റ്റേഷനിൽ പരാതിയൊക്കെ കൊടുത്തു. പക്ഷേ ഞങ്ങൾ 100-200 പേരുണ്ടായിരുന്നു, എല്ലാവരെയും വിളിച്ച് മൊഴിയൊക്കെ എടുത്തു. പക്ഷേ കേസ് അങ്ങനെ വഴിക്ക് നടക്കുന്നു. 1 മാസം കഴിഞ്ഞു, 2 മാസം കഴിഞ്ഞു, ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തു. അവസാനം മലപ്പുറത്ത് ക്രൈംബ്രാഞ്ച്, ഓരോ ജില്ലകളിലെ ക്രൈംബ്രാഞ്ചാണ് ആ കേസ് ഏറ്റെടുത്തിരിക്കുന്നത്. അവർ അന്വേഷണം നടത്തുന്നു, മൊഴിയെടുക്കുന്നു. അങ്ങനെ ഞാൻ ആ സാറിനെ, ക്രൈംബ്രാഞ്ചിൻ്റെ മേലുദ്യോഗസ്ഥനെ പോയി കാണുന്നു. ഞാൻ സാറിനോട് പറഞ്ഞു, സാറേ ഞാനിങ്ങനെ ക്യാഷ് ഇട്ടുപോയി, 1 ആഴ്ച കഴിഞ്ഞപ്പോഴേക്കും അത് ഇങ്ങനെ ഇതായി എന്ന് പറഞ്ഞു, അവർ തരുന്നില്ല. അപ്പോൾ അയാൾ പറയുന്നത് ബാങ്ക് ഫ്രീസായി പോയി, എനിക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല, ആ പൈസയെല്ലാം കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്, ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തതാണ്, അവർ ഫ്രീസാക്കി, ഇനി ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞു. ഞാൻ സാറിനോട് സംസാരിച്ചു, സാറേ എനിക്ക് എന്തെങ്കിലും ആ ഒരു എമൗണ്ട്, ഞാൻ അടച്ച എമൗണ്ട് എനിക്ക് 66,000 രൂപ എനിക്ക് തിരിച്ചു തരണം, അല്ലാതെ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞു. സാറ് പറഞ്ഞു നമുക്ക് എന്ത് ചെയ്യാം, ബാങ്ക് ഫ്രീസായി കഴിഞ്ഞാൽ ഇത് വലിയൊരു കേരളത്തിലുടനീളം നടക്കുന്ന വലിയൊരു കേസാണ്, ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞു. നമുക്ക് നോക്കാം, ഒന്നും ചെയ്യാൻ ഇപ്പം എനിക്ക് സാധിക്കില്ല എന്ന് പറഞ്ഞു. ഞാൻ അവിടുന്ന് തന്നെ മടങ്ങി
നേരെ HDFC ചുങ്കത്തറ ബാങ്കിലേക്കാണ് ഞാൻ ഈ ക്യാഷ് ഇട്ടത്. ഞാൻ അവിടെ പോയി അന്വേഷിച്ചു ഈ ബാങ്കിൽ എൻ്റെ പൈസ ഉണ്ടോ എന്നറിയാൻ വേണ്ടി. അപ്പോൾ അവരെന്നോട് പറഞ്ഞു, മാഡം അതിനെക്കുറിച്ച് ഒരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരാൻ കഴിയില്ല, ഇത് ബാങ്ക് ഫ്രീസായി പോയത് വലിയൊരു കേസാണ്, എന്നാണോ ആ കേസ് തീരുന്നത് അന്ന് അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ നമുക്ക് പുറത്തു വിടാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ പ്രാർത്ഥിച്ചു. ആ ബാങ്കിൻ്റെ മുൻപിൽ എൻ്റെ ഉടമ്പടി ഉപ്പ് ഞാൻ അവിടെ വിതറി വിശ്വാസ പ്രമാണം ചൊല്ലി മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചു, ഇനി ഞാൻ ഇവിടെ വരുന്നത്, ഈ ബാങ്കിൽ വരുന്നത് എൻ്റെ ക്യാഷ് കൊണ്ടുപോകാനായിട്ടായിരിക്കും. അതിന് എനിക്ക് എൻ്റെ ദൈവം എനിക്ക് അനുമതി തരും. ബാങ്കിൻ്റെ ഫ്രീസ് ഒഴിവാക്കി തരുന്ന ഒരു മാതാവ് എനിക്കുണ്ട്, എൻ്റെ കൃപാസന മാതാവ്. ഞാൻ ഉടമ്പടിയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ച് അവിടുന്ന് ഞാൻ അവരുടെ മുമ്പിൽ അവരെല്ലാം എന്നെ നോക്കിയിരിക്കുകയാണ്. ഞാൻ അവിടുന്ന് പ്രാർത്ഥിച്ച് ഇറങ്ങിപ്പോന്നു. ഒരു 4 മാസം കഴിഞ്ഞു. ഞാൻ വീണ്ടും പോയി മലപ്പുറം ക്രൈംബ്രാഞ്ച് ഓഫീസിൽ പോയി സാറിനെ കണ്ടു. സാറേ എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ സാറ് പറഞ്ഞു, നോക്കാം, നിങ്ങൾക്ക് ഇത് കോടതിയിൽ എത്തിയാലാണ് ഞങ്ങൾക്ക് എന്തെങ്കിലും പറ്റുള്ളൂ എന്ന്. അപ്പോൾ രണ്ടാമത് ചെന്നപ്പോൾ ആ വ്യക്തിയുടെ ആ ഓഫീസറുടെ വായിൽ നിന്ന് അങ്ങനെ ഒരു വാക്ക് വന്നു. ആദ്യം ചെന്നപ്പോൾ പറ്റില്ല എന്ന് പറഞ്ഞതാണ്, ഇത് വലിയൊരു കേസാണ്, ഇത് നടക്കില്ല എന്ന്, ഇത് കഴിയുമ്പോഴേ നിങ്ങൾക്ക് നിങ്ങളുടെ ക്യാഷ് തിരിച്ചു കിട്ടുള്ളൂ എന്ന് പറഞ്ഞ കാര്യം പെട്ടെന്ന് 2ാം തവണ ചെന്നപ്പോൾ പറഞ്ഞു, നോക്കാം, ഞങ്ങളൊരു ഈ കേസെല്ലാം ശരിയാക്കി കോടതിയിൽ ഫയൽ ചെയ്യും, അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കേസ് ഫയൽ ചെയ്യാം, അല്ലാതെ ഞങ്ങൾക്ക് നിവർത്തിയില്ല എന്ന് പറഞ്ഞു. ഞാൻ വീണ്ടും പ്രാർത്ഥിച്ചു. ഞാൻ മടങ്ങിപ്പോന്നു. വീണ്ടും പ്രാർത്ഥിച്ചു മാതാവിനോട്. ഞാൻ പൈസ കൊടുത്ത ആ ചേട്ടനെ വീണ്ടും വിളിച്ചു. ആ ചേട്ടനെ വിളിച്ചപ്പോൾ ആ ചേട്ടൻ എന്നോട് ഒരു ദിവസം പറഞ്ഞു, മോളുടെ 66,000-ൽ 20,000 രൂപ ഞാൻ ചെക്ക് മുഖേന തിരിച്ചു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി, എൻ്റെ മാതാവ് ഇടപെടുന്നുണ്ട്, എൻ്റെ ദൈവം ജീവിക്കുന്ന ജീവനുള്ളൊരു ദൈവം എനിക്ക് വേണ്ടി ഇവിടെ പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഞാൻ ബോധ്യപ്പെട്ടു. ആ വ്യക്തി അതുവരെ തരില്ല എന്ന് പറഞ്ഞ് പൈസ ഇല്ല, ബാങ്ക് ഫ്രീസായി പോയി എന്നൊക്കെ പറഞ്ഞ വ്യക്തി 20,000 രൂപയുടെ ചെക്ക് എഴുതി എനിക്ക് ഒരു കടയിൽ ഏൽപ്പിച്ചു. ഞാൻ ആ ചേട്ടനോട് പറഞ്ഞു, എനിക്ക് ബാക്കി ക്യാഷും കിട്ടണം, എൻ്റെ മാതാവ് നിങ്ങളെ കൊണ്ട് തരും, അത് നിങ്ങൾ തന്നിരിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ആ സാറ് പറഞ്ഞു, ഒരു പേപ്പറിൽ എഴുതി ബാക്കി പൈസ നിങ്ങളുടെ അക്കൗണ്ടിലാണ്, എൻ്റെ കയ്യിലില്ല, ബാങ്ക് ഫ്രീസ് അവർ ഒഴിവാക്കി തരികയാണെങ്കിൽ എനിക്കൊരു കുഴപ്പമില്ല, ഞാൻ നിങ്ങൾക്ക് തരാം തയ്യാറാണെന്ന് പറഞ്ഞു. ആയിക്കോട്ടെ, എനിക്ക് ആ ലെറ്റർ തരാൻ പറഞ്ഞു. ലെറ്ററും തന്നു. ഞാൻ ഈ ചെക്കും വാങ്ങി എടുത്തു പോന്നു. അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഞാൻ ക്രൈംബ്രാഞ്ച് ഓഫീസിനെ സമീപിച്ചു. എനിക്കിങ്ങനെ ഒരു ചെക്ക് തന്നു, 20,000 രൂപ തന്നു, ബാക്കി ഒരു പേപ്പറും തന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്തായാലും ആ ക്രൈംബ്രാഞ്ചിൻ്റെ ഭാഗത്ത് നിന്ന് വീണ്ടും ഒരു നടപടി ഉണ്ടായി. അവർ പറഞ്ഞു, ഞങ്ങൾ കേസെല്ലാം മഞ്ചേരി കോർട്ടിൽ കൊടുക്കാൻ പോവുകയാണ്, നിങ്ങളൊരു വക്കീലിനെ വെച്ച് ജസ്റ്റ് ഒരു കേസ് അപ്ലൈ ചെയ്തോളൂ, നിങ്ങളുടെ ക്യാഷ് ഞാൻ വിടുവിച്ചു തരാമെന്ന് പറഞ്ഞു. എൻ്റെ ദൈവത്തിന് വലിയൊരു 200 പേരിലധികം ഞങ്ങളുടെ നിലമ്പൂർ ഭാഗത്ത് തന്നെ ഓരോ പോലീസ് സ്റ്റേഷനുകളിലും ഇതുപോലെ കേസുകൾ, വലിയൊരു വിവാദപ്രദമായ കേസാണിത്. കേരളത്തിലുടനീളം തിരുവനന്തപുരം മുതൽ അങ്ങേയറ്റം വരെ നടക്കുന്നൊരു വലിയൊരു കേസാണ്. എന്നാൽ ഇത് കോർട്ടിലെത്തി ബാങ്ക് ഫ്രീസായി കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഇത് ഫ്രീസ് ഒഴിവാവില്ല. ഈ വർഷങ്ങളെടുത്ത് ഇത് തീർന്നതിന് ശേഷമാണ് നമ്മുടെ ക്യാഷ് കിട്ടുള്ളൂ. അത് 1 ദിവസമാണെങ്കിലും 2 ദിവസമാണെങ്കിലും. എന്തായാലും എൻ്റെ മാതാവിന് ശക്തിയുണ്ട്. ക്രൈംബ്രാഞ്ച് പറഞ്ഞു, നിങ്ങൾ കേസ് ഫയൽ ചെയ്തോളൂ. എന്നെ ഇങ്ങോട്ട് വിളിച്ചു പറഞ്ഞു. ഞാനൊരു വക്കീലിനെ കണ്ടു, 2,000 രൂപ കൊടുത്തു, വേഗം ഒരു കേസ് ഫയൽ ചെയ്തു. ഒരൊറ്റ സിറ്റിങ്ങിലൂടെ വക്കീൽ ഒരു അത്ഭുതം എന്നോട് പറഞ്ഞത്, നിൻ്റെ മാതാവിൻ്റെ ശക്തിയടി, ഒറ്റ തവണ കൊണ്ട് നീ അത് അവിടെ അവർ വന്നു, അല്ലെങ്കിൽ അങ്ങനെ 1 തവണ 2 തവണയും കൊണ്ടൊന്നും അവർ വരില്ല. ക്രൈംബ്രാഞ്ച് ഓഫീസർ അവിടെ വന്നു, സാക്ഷ്യപ്പെടുത്തി, ഇവരുടെ ക്യാഷ് അതിലുണ്ട്, ഒരു കാരണവശാലും അത് പിടിച്ചു വെക്കാൻ പാടില്ല. നേരിട്ട് ബാങ്കിന് കോർട്ട് ഓർഡർ കൊടുത്തു. അവിടെ പറയുന്ന മാത്യു എന്ന് പറയുന്ന ഇടനിലക്കാരൻ്റെ ആവശ്യമില്ല, വേറെ ആരുടെ ഒരു ആവശ്യമില്ല. മാതാവ് ആ വ്യക്തിയിലൂടെ, ആ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥനിലൂടെ നേരിട്ട് കോർട്ട് ഓർഡർ എനിക്ക് ബാങ്കിലേക്ക് തന്നു. ഞാൻ ആ കോർട്ട് ഓർഡറുമായി ഈ കഴിഞ്ഞ മാസം HDFC ബാങ്കിൽ ചെന്നു. രണ്ടാമത് ഞാൻ അന്ന് പറഞ്ഞ് മാതാവിൻ്റെ അടുക്കൽ മാതാവിൻ്റെ ഉടമ്പടി ഉപ്പ് അവിടെ വിതറി പ്രാർത്ഥിച്ചു പോന്നു, ഇനി വരുന്നത് ഞാൻ ക്യാഷ് വാങ്ങാനായിരിക്കുമെന്ന് പറഞ്ഞു. ഞാൻ ചെന്നു, പേപ്പറുമായി ചെന്നപ്പോൾ അവരെന്നെ കണ്ടപ്പോൾ വീണ്ടും അത്ഭുതപ്പെട്ടു. എന്താ മാഡം എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ ക്യാഷ് കോർട്ടിൻ്റെ ഓർഡറുണ്ട്, എൻ്റെ മാതാവ് എനിക്കത് അത്ഭുതം പ്രവർത്തിച്ചു തന്നു, ഇതാ എൻ്റെ കയ്യിലിരിക്കുന്ന കോർട്ട് ഓർഡറാണ്, എൻ്റെ ക്യാഷ് എനിക്ക് തിരിച്ചു തരണമെന്ന് പറഞ്ഞു. അവർ വേഗം ഇരിക്കാൻ പറഞ്ഞു. അതുവരെ എന്നോട് പറഞ്ഞ് എന്നെ പുറത്താക്കിയ, എന്നോട്
എന്നോട് ഇരിക്കാൻ പറഞ്ഞു. എനിക്കത് വാങ്ങി വെച്ചു. നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ക്യാഷ് തരാമെന്ന് പറഞ്ഞു. 2 ദിവസത്തിനുള്ളിൽ ആ ക്യാഷ് എനിക്ക് തിരിച്ചു തന്നു. ഇതെല്ലാം ദൈവത്തിൻ്റെ മഹത്വം. എൻ്റെ ദൈവത്തിൻ്റെ ശക്തി പരിശുദ്ധ അമ്മയിലൂടെ ഈ മഹത്വം ഈ പരിശുദ്ധമായ ആലയത്തിൽ ഈ കൃപാസനം എന്ന് പറയുന്നത് തന്നെ ഈശോയെ മഹത്വപ്പെടുത്താനുള്ള, ഈശോയെ ശക്തിപ്പെടുത്താനുള്ള, ഈശോയുടെ വചനങ്ങൾ മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കുവാനുള്ള, നമ്മുടെ അത്ഭുത സാക്ഷ്യങ്ങൾ മറ്റുള്ളവരെ അറിയിക്കുവാനുള്ള ഒരു വേദിയാണ്. അത് പരിശുദ്ധമായി ജോസഫ് അച്ഛനിലൂടെ നമുക്ക് ഓരോരുത്തരിലേക്കും പങ്കുവെച്ച് തരികയാണ്. അച്ഛന് വേണ്ടി ഞാൻ ഇവിടെ സന്യസ്തരായ ഓരോരുത്തർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. ആയുസ്സും ആരോഗ്യവും കൊടുക്കട്ടെ. അനേകായിരങ്ങളിലേക്ക് ഈ കൃപാസനത്തിൻ്റെ ശക്തി വളരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഞാൻ മാതാവിൻ്റെ ഒരു കാർഡ് അടിച്ച്, പ്രത്യക്ഷീകരണ പ്രാർത്ഥനയുടെ ഒരു കാർഡ് അടിച്ച് പ്രേക്ഷിത പ്രവർത്തനം നടത്തുമായിരുന്നു. ഞാൻ സൺഡേ സ്കൂളിലെ ഒരു അധ്യാപികയാണ്. എൻ്റെ കുഞ്ഞുങ്ങളെ സൺഡേ സ്കൂൾ പഠിപ്പിക്കും. ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിൽ പോയിട്ട് പത്രം കൊണ്ടുപോയി ഓരോരുത്തരുടെ അടുക്കൽ നിന്ന് മാതാവിനെക്കുറിച്ച് വിശദമായി പറഞ്ഞ് മാതാവ് എന്താണ്, എൻ്റെ കൃപാസന മാതാവിൻ്റെ ശക്തി എന്താണെന്ന്, ഈശോപ്പയിൽ നിന്ന് വാങ്ങിത്തരുന്ന അനുഗ്രഹങ്ങൾ എന്താണെന്ന് ഞാൻ ഓരോന്നും അവർക്ക് പറഞ്ഞു കൊടുത്ത് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവരെ സഹായിക്കാൻ പറ്റുന്നതാണെങ്കിൽ അപ്പം തന്നെ അവർക്ക് സഹായിച്ച് ഭക്ഷണം കൊടുത്ത്, അതുപോലെ എൻ്റെ കുഞ്ഞുങ്ങളെയും കൊണ്ട് അടുത്ത ആഴ്ചയെ ഞാൻ ഇതുപോലെ ഒരു അംഗവൈകല്യമുള്ള കുഞ്ഞുങ്ങളെ കാണാൻ വേണ്ടി പോകാൻ വേണ്ടി ഇരിക്കുകയാണ്. നിങ്ങൾ പ്രാർത്ഥിക്കണം. അവരും അറിയണം, നമ്മുടെ സൺഡേ സ്കൂൾ മക്കളും അറിയണം, ഇതുപോലെ കുഞ്ഞുങ്ങളെ, ഇതുപോലെ നമ്മൾക്കെല്ലാം അനുഗ്രഹം കിട്ടി നമ്മുടെ കുഞ്ഞുങ്ങൾ പല വിഷമതകളിലൂടെ കടന്നു പോകുന്ന കുഞ്ഞുങ്ങളെ നമ്മൾ കാണിച്ചു കൊടുക്കണം. ദൈവത്തിൻ്റെ മഹത്വം എന്താണെന്ന് അവരെ പഠിപ്പിക്കണം. ആ ഈശോയ്ക്കും എൻ്റെ പൊന്നു തമ്പുരാനും എൻ്റെ പരിശുദ്ധ മാതാവിനും 1000 കോടാനുകോടി നന്ദി. പരിശുദ്ധ ദൈവമാതാവിനും എൻ്റെ ദൈവകുമാരനും 1000 നന്ദി. എൻ്റെ പേര് ജൂബി വീനസ്. ഞാൻ നോർത്ത് ചാലക്കുടി ഇടവകയിൽ നിന്നാണ് വരുന്നത്. ഇതെൻ്റെ അമ്മ, ഇത് മകള്. ഞാൻ 2/1/2020 ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത്. കൃപാസനത്തെക്കുറിച്ചും ഉടമ്പടിയെക്കുറിച്ചും ഞാൻ അറിയുന്നത് എൻ്റെ മകള് ചെറുതിലെ എന്നും വയ്യായികളായിരുന്നു. ഹോസ്പിറ്റലുകളിൽ മാറി അഡ്മിറ്റ് ആവുമായിരുന്നു. അങ്ങനെ എറണാകുളം PVS ആശുപത്രിയിൽ കിടക്കുമ്പോഴാണ് ആദ്യമായിട്ട് എനിക്കൊരു കൃപാസനം ഉടമ്പടി പത്രം എൻ്റെ കയ്യിൽ കിട്ടുന്നത്. അന്നാണ് ഞാൻ ആദ്യമായിട്ട് എൻ്റെ മാതാവിനെ കൂടുതൽ അടുത്തറിയുന്നത്. എനിക്കറിയാം, ഞാൻ പണ്ടേ മാതാവിൻ്റെ ഒരു ഭക്ത തന്നെയാണ്. പണ്ട് ഞാൻ ഗൾഫിൽ ജോലി ചെയ്തിരുന്ന സമയത്ത് മാതാവിൻ്റെ പെന്തക്കുസ്ത ഒരു അനുഭവത്തിലേക്ക്, പെന്തക്കുസ്താക്കാരുടെ ഒരു പ്രാർത്ഥനയിലേക്ക് വിളിച്ചപ്പോഴൊക്കെ മാതാവ് എന്നെ തട്ടി അതിൽ നിന്ന് മാറ്റി എന്നെ ദൈവത്തിലേക്ക് കൂടുതൽ അടുപ്പിച്ച്, ഞാൻ മാതാവായിട്ട് മുമ്പേ ഭക്തിയിലായിരുന്നു. അതിനുശേഷമാണ് ഞാൻ ഈ ഉടമ്പടിയെക്കുറിച്ച് കേൾക്കുന്നതും ഉടമ്പടി ആദ്യമായിട്ട് എടുക്കുന്നതും. അന്ന് ഉടമ്പടി എടുത്ത സമയം കൊറോണയുടെ ടൈമായിരുന്നു. അന്ന് എനിക്ക് നന്നായിട്ട് അതിൽ നിൽക്കാൻ പറ്റിയില്ല. ആ 3 മാസത്തോടു കൂടി അന്ന് എൻ്റെ ഉടമ്പടി കട്ടായിപ്പോയിരുന്നു. ആ സമയത്താണ് എൻ്റെ അമ്മയുടെ വായിൽ ഒരു മുഴ പോലെ ഒരു തടിപ്പ്, അത് ഒരു 3-4 വർഷമായിട്ട് തന്നെ ഉണ്ടായ ഒരു സംഭവമാണ്. പക്ഷേ അത് അമ്മയ്ക്ക് ആദ്യമൊന്നും ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ അത് ഇത്തിരി വളരാൻ തുടങ്ങി. പിന്നെ വേദനയും ബുദ്ധിമുട്ടായപ്പോഴാണ് അമ്മ ഞങ്ങളോട് പറയുന്നത്. അപ്പം ഞങ്ങൾ നോക്കുമ്പോൾ അതൊരു വിരലിൻ്റെ പോലെ പൊങ്ങി വരികയാണ്. നല്ല പെയിനുണ്ടായി. അപ്പം ഞങ്ങൾ വിചാരിച്ചത് എന്താണെന്ന് പെട്ടെന്ന് കേട്ടപ്പോൾ പെട്ടെന്ന് പേടി തോന്നി. ആശുപത്രിയിൽ കൊണ്ടുപോയി ചെക്ക് ചെയ്യണം, ഇനി വല്ല ക്യാൻസറിൻ്റെ ആണോ അങ്ങനെയുള്ള ചിന്തകളായി. പെട്ടെന്ന് ഡോക്ടറെ കാണിക്കണം എന്നൊക്കെ വെച്ച് ഞങ്ങൾ ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ ഉടമ്പടി തൈലം എടുത്ത് ഞങ്ങൾ തേച്ചു. അന്ന് ഞാൻ ഉടമ്പടിയിലായിരിക്കുന്ന സമയമാണ്. ഉടമ്പടി തൈലം എടുത്ത് തേച്ചു. അന്നൊരു ക്രിസ്മസ് ദിവസമായിരുന്നു. എൻ്റെ അമ്മ ഉറങ്ങാൻ കിടന്ന് ഉറങ്ങി എഴുന്നേറ്റപ്പോൾ മമ്മിക്ക് ഏത് നേരം നാവുകൊണ്ട് തൊട്ട് നോക്കുന്ന ഒരു ശീലമുണ്ട്. ഉറങ്ങി എണീറ്റപ്പോൾ തന്നെ മമ്മി നാവുകൊണ്ട് തൊട്ട് നോക്കിയപ്പോൾ തന്നെ ജൂബിയുടെ മോളെ ഇങ്ങോട്ട് വന്നേടി എന്ന് പറഞ്ഞു. നോക്കി കഴിഞ്ഞപ്പോൾ അവിടെ അങ്ങനെ ഒരു പാട് പോലും ഇല്ല. പാടെന്ന് വെച്ചാൽ ഒട്ടുമില്ല, അവിടെ ഉണ്ടായിരുന്നെന്ന് തോന്നണേ ഇല്ലാത്ത തരത്തിൽ അത് മാഞ്ഞു പോയി. ഇത് ദൈവകുമാരനും പരിശുദ്ധ അമ്മയ്ക്കും 1000 നന്ദിയോടെ ഞാൻ സമർപ്പിക്കുന്നു. പിന്നെ എനിക്ക് അലർജിയുടെ തുമ്മൽ, ഏത് സമയവും തുമ്മലായിരുന്നു. പല ഡോക്ടർമാരെയും കണ്ടു. തുമ്മിക്കഴിഞ്ഞാൽ നിർത്തില്ല, കണ്ടിന്യൂസ് ആയിട്ടുള്ള തുമ്മലാണ്. അത് പല ഡോക്ടർമാരെ കണ്ട് മരുന്ന് കഴിച്ചു, ഒന്നും മാറാതെ നിൽക്കുന്നതാണ്. ഞാൻ ഉടമ്പടി തൈലം സ്ഥിരമായി തേച്ചതിൻ്റെ ഫലമായിട്ട് എൻ്റെ തുമ്മൽ മാറി. ഞാൻ പിന്നീട് ഇപ്പോൾ
ഉടമ്പടി പുതുക്കുന്നത് 2024 വീണ്ടും പുതുക്കുന്നത്. ഡിസംബറിലാണ് ഞാൻ പുതുക്കുന്നത്. അതിനുശേഷം ഇപ്പോൾ ഉടമ്പടി ജീവിതത്തിൽ അതിനുശേഷം കണ്ടിന്യൂസ് ഉണ്ട്. ഇപ്പോൾ എൻ്റെ മോൾക്ക് ഞാനൊരു 6ാം ക്ലാസ് വരെ അവളെ ഞാൻ കണ്ടിന്യൂസ് പഠിപ്പിക്കുകയായിരുന്നു. അന്നൊക്കെ അവൾ നന്നായിട്ട് പഠിച്ച് മാർക്ക് വാങ്ങി. പിന്നെ ഞാൻ വർക്കിനായിട്ട് ഇറങ്ങി. ഞാനൊരു നേഴ്സാണ്. അതിന് ശേഷമാണ് ഞാൻ വർക്കിനായിട്ട് ഇറങ്ങുന്നത്. അപ്പോൾ അവൾ പഠിപ്പിൽ ഉഴപ്പി. അവൾക്ക് തന്നെ പഠിക്കാനൊരിതില്ലേ, ഏത് നേരം ഞാൻ ഫുൾ ടൈം അവളുടെ കൂടെ ഇരിക്കണം. അപ്പോൾ അതിനെനിക്ക് പറ്റാതെ വന്നപ്പോൾ അവൾ പഠിപ്പിൽ വളരെ പുറകോട്ട് പോയി. ഞാനിത് ഉടമ്പടിയിൽ വെച്ച് പ്രാർത്ഥിച്ചിരുന്നു. അതിൻ്റെ ഫലമായിട്ട് ഇവൾ ഇപ്പോൾ മാതാവിൻ്റെ അനുഗ്രഹത്തിൽ കൂടുതൽ തന്നെ പഠിക്കാനുള്ളൊരു കൃപ അവൾക്ക് ലഭിച്ചു. മാത്സിൽ വളരെ വീക്കായിരുന്നു. ഇപ്പം തന്നെ അവൾ റെഫർ ചെയ്ത് നോക്കി പഠിക്കാനുള്ളൊരു കൃപയൊക്കെ ഇപ്പോൾ അവൾക്ക് ലഭിച്ചു. ഇത് മാതാവിൻ്റെ ഒരു പ്രത്യേക അനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നു. പരിശുദ്ധ അമ്മയ്ക്കും ദൈവകുമാരനും 1000 നന്ദി. ഞാൻ ഒരു നേഴ്സാണെന്ന് പറഞ്ഞല്ലോ. കുറേ നാൾ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് എനിക്ക് കുറച്ച് ഗ്യാപ്പ് വന്നു. എനിക്ക് നല്ലൊരു ജോലിയിൽ കയറാൻ അതുകൊണ്ട് പറ്റിയിരുന്നില്ല. ഞാനൊരു സ്കാൻ സെൻറ്ററിലാണ് കയറിയിരുന്നത്. അവിടെ സാലറി വളരെ കുറവായിരുന്നു. അപ്പോൾ ഞാൻ ഉടമ്പടിയിൽ അത് വെച്ചിരുന്നു, പ്രാർത്ഥനയ്ക്കായിട്ട് ഞാൻ വെച്ചിരുന്നു. ദൈവം പിന്നെ നല്ല ഗ്യാപ്പ് ഉള്ളതുകൊണ്ടും ഏജ് 40 കടന്നതുകൊണ്ടും ഒരു ഹോസ്പിറ്റലിൽ കയറാനായിട്ട് എനിക്ക് സാധിച്ചിരുന്നില്ല. മാതാവിൻ്റെ പ്രത്യേകമായുള്ള അനുഗ്രഹത്തിനും ഇടപെടലുമായിട്ട് എനിക്ക് ഒരു സർവീസ് ക്വാളിറ്റി അനലിസ്റ്റായിട്ട് ഇപ്പോൾ ഒരു പുതിയ ജോലി കിട്ടി. അമ്മ മാതാവിന് 1000 നന്ദി. എൻ്റെ അനുഗ്രഹം, എൻ്റെ മെറിറ്റ് കൊണ്ട് എനിക്കത് ലഭിക്കില്ല എന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. പരിശുദ്ധ അമ്മയ്ക്കും ദൈവകുമാരനും 1000 നന്ദി. കാരുണ്യ പ്രവൃത്തികളായിട്ട് ഞങ്ങൾ ഒരു കൃപാസനത്തിൻ്റെ ഉടമ്പടി എടുത്തവർ തമ്മിൽ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് ഞങ്ങളുടെ ഏരിയയിൽ. ഞങ്ങൾ അഗതി മന്ദിരങ്ങളിലേക്ക് പോയി അവരെ സന്ദർശിച്ച്, ആശുപത്രികളിൽ പോയിട്ട് രോഗികളെ സന്ദർശിച്ച് അവിടെ അവർക്ക് കൃപാസനത്തെക്കുറിച്ച് പറഞ്ഞു കൊടുത്ത് പത്രം കൊടുത്തൊക്കെ ഞങ്ങൾ പ്രാർത്ഥിച്ചു പോരായിരുന്നു. പിന്നെ ഈ കൃപാസനത്തിൻ്റെ ഉടമ്പടിക്കാരൻ ഞങ്ങൾ ഉണ്ടാക്കിയ ഈ ഗ്രൂപ്പിലൂടെ ഞങ്ങൾ പൈസ ശേഖരിച്ച് ഞങ്ങൾ പാവപ്പെട്ട രോഗികൾക്ക് കൊണ്ടുകൊടുക്കും. അതുകൂടാണ്ട് ഞങ്ങൾ അനാഥാലയത്തിലും ഓരോ സാധനങ്ങൾ മേടിച്ച് അങ്ങനെയും കൊണ്ടുകൊടുക്കും. അങ്ങനെയാണ് ഞങ്ങളുടെ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്നത്. പത്രം എല്ലാ പ്രാവശ്യവും വാങ്ങി വീടുകളിലും അതുപോലെ ആശുപത്രികളിലൊക്കെ കൊണ്ടുകൊടുത്തിട്ടാണ് ഞങ്ങൾ കാരുണ്യ പ്രവർത്തികൾ ചെയ്യുന്നത്. എല്ലാ അനുഗ്രഹങ്ങൾക്കും പരിശുദ്ധ അമ്മ മാതാവ് വഴിയായിട്ട് ഉണ്ണീശോയ്ക്ക് നന്ദി പറയുന്നു. ത്രിത്വൈക ദൈവത്തിന് നന്ദിയും സ്തുതിയും, പരിശുദ്ധ അമ്മയ്ക്കും ത്രിത്വൈക ദൈവത്തിന് നന്ദി സ്തുതിയും ആരാധനയും അർപ്പിക്കുന്നു. എൻ്റെ മോള് പറഞ്ഞു, എൻ്റെ കവിളിൻ്റെ അവിടെ ഉണ്ടാവും ഒരു 4-5 വർഷത്തോളം അവിടെ ഒരു വലിയൊരു കവിളിൻ്റെ ഈ ഉള്ളിലായിട്ടൊരു വലിയ തടിപ്പ് അത് വളർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ആദ്യം വേദനയൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അവസാനമായപ്പോൾ വേദന തുടങ്ങി. അങ്കമാലി ആശുപത്രിയിൽ കൊണ്ടുപോയി കാണിച്ചപ്പോൾ അവർ പറഞ്ഞു കരിച്ച് കളയേണ്ടി വരും എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പിറ്റേ ആഴ്ച ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കണ്ട് അത് ചെയ്യാനിരിക്കുകയാണ്. ആ ഡിസംബർ 25-ാം തീയതി ഞാൻ ഭക്ഷണം കഴിച്ച് ഞങ്ങൾ ഉറങ്ങാൻ കിടക്കണേക്ക് മുമ്പ് ഞാൻ എൻ്റെ നാവ് എപ്പോഴും അവിടെ ഇരിക്കും. അപ്പോൾ അവിടെ തൊട്ട് നോക്കിയപ്പോൾ അവിടെ ഉണ്ട്. അത് കഴിഞ്ഞ് ഞാൻ ഉറങ്ങി ഒരു 2:30 മണിക്ക് ഞാൻ തട്ടിപ്പടഞ്ഞ് എണീറ്റിപ്പോൾ നോക്കിയപ്പോൾ നാവ് അവിടേക്ക് തന്നെ പോയി നോക്കിയപ്പോൾ അവിടെ അങ്ങനെ ഒരു സംഭവമേ ഇല്ല. സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ പൊട്ടിപ്പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വായിലൊരു ബ്ലഡിൻ്റെ അംശം അല്ലെങ്കിൽ മറ്റു ചില വെള്ളം അങ്ങനെ എന്തെങ്കിലും കാണും. അതുമില്ല, ഒന്നുമില്ല. അങ്ങനെ ഒരു സംഭവം ഇവിടെ ഉണ്ടായി. മോളെ വിളിച്ച് കാണിച്ചു കൊടുത്തപ്പോൾ അങ്ങനെ ഒരു സംഭവം അവിടെ കാണാനില്ല. അങ്ങനെ ഒരു വലിയൊരു അനുഗ്രഹം എനിക്ക് തന്നിട്ടുണ്ട്. എനിക്ക് തന്ന അനുഗ്രഹങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ അത് ഈ ദിവസം മുഴുവനും ഞാൻ ഉടമ്പടിയൊന്നും എടുത്തിട്ടില്ല, മോളാണ് ഉടമ്പടി എടുത്തത്. ഈ ദിവസം മുഴുവനും എനിക്ക് പറഞ്ഞാലും തീരാത്തത്ര അനുഗ്രഹങ്ങൾ മാതാവ് എനിക്ക് തന്നിട്ടുണ്ട്. പക്ഷേ ഞാൻ മാതാവിനെ ഒരു 40 വയസ്സ് കഴിഞ്ഞ പിന്നെ മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചിട്ടുള്ളൂ. ഇപ്പം 64 വയസ്സായി. ആ സമയത്തൊന്നും ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചിരുന്നില്ല. ഞാൻ പ്രാർത്ഥിച്ചത് ഈശോയോടാണ്, തിരുക്കുമാരനോട് മാത്രമേ ഞാൻ പ്രാർത്ഥിച്ചിരുന്നുള്ളൂ. അന്ന് അമ്മ പറഞ്ഞിട്ടുണ്ട്, അവൻ പറയുന്നത് കേൾക്കാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നി അന്ന് മാതാവിനോട് പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല, മകനോട് പ്രാർത്ഥിച്ചാൽ മതിയില്ല. ആ കൊച്ചു ചെറുപ്പത്തിലെ പ്രാർത്ഥനയൊന്നും ഉണ്ടായില്ല എങ്കിലും പ്രാർത്ഥിക്കാൻ തോന്നിയ നിമിഷം മുതൽ ഈശോയോട് മാത്രമാണ് ഞാൻ പ്രാർത്ഥിച്ചിരുന്നത്. പക്ഷേ ഈശോ എന്നെ അമ്മേനെ എനിക്ക് തന്ന് എൻ്റെ കൂടെ നടത്തി
കുറേ അനുഗ്രഹങ്ങൾ, ആപത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും മറ്റു പല ഇതുകളിൽ നിന്നൊക്കെ എല്ലാം എൻ്റെ മാതാവ് കൂടെ നടന്ന് രക്ഷിച്ചിട്ടുണ്ട്. എല്ലാത്തിനും നന്ദിയായി എൻ്റെ മാതാവിനും ഈശോയ്ക്കും ത്രിത്വൈക ദൈവത്തിനും നന്ദി, സ്തുതിയും ആരാധനയും അർപ്പിക്കുന്നു. എല്ലാ ദിവസവും കുർബാനയ്ക്ക് കൂടാനായിട്ടും എൻ്റെ മോളും എൻ്റെ കൂടെ വരും. അത് വലിയൊരു അനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നു. അനുദിന ദിവ്യബലികളിലും പിന്നെ കുമ്പസാരം മുടങ്ങാറില്ല. എല്ലാം പറ്റുന്ന സമയത്ത് നടക്കുന്നിടത്തും ഇരിക്കുന്നിടത്തൊക്കെ കൊന്ത ചെല്ലാനുള്ളൊരു പ്രത്യേക അനുഗ്രഹം ഉടമ്പടിയിലൂടെ ലഭിച്ചു. ഇനി ഞാൻ എൻ്റെ മരണം വരെ ഞാൻ ഉടമ്പടിയിൽ തുടരുമെന്ന് ഞാൻ മാതാവ്